നമസ്കാരം സുഹൃത്തുക്കളെ. ടാരോട്ട് ലവ് എനർജീസ് 2.0 എന്ന നമ്മുടെ രണ്ടാമത്തെ ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തു കൊള്ളുന്നു. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്നെത്തി നോക്കാം. നിന്നിൽ നിന്നും ഞാൻ അകന്നു നിൽക്കുകയാണെന്ന് കരുതി നിന്നെ ഞാൻ മറന്നു എന്നാണോ നീ വിശ്വസിക്കുന്നത്? അപ്പൊ തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളിൽ നിന്നും വളരെയധികം അകന്ന് തന്നെയാണ് നിൽക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾ എല്ലാ ദിവസവും കാണുന്ന വ്യക്തികളായിരുന്നായിരിക്കാം, എല്ലാ ദിവസവും സംസാരിക്കുന്ന വ്യക്തികളും ആകാം. പക്ഷെ എങ്കിൽ പോലും നിങ്ങളിലേക്ക് പരിപൂർണമായിട്ടും ഈ വ്യക്തിക്ക് വരാൻ കഴിയാത്ത അത്ര ദൂരത്താണ് ഈ പേഴ്സൺ ഇപ്പോൾ നിൽക്കുന്നത്. മാനസികപരമായിട്ട് വളരെയധികം അകന്ന് നിൽക്കുകയാണ്. പക്ഷെ എങ്കിൽ പോലും നിങ്ങളെ ഒരിക്കലും മറക്കുവാൻ ഈ വ്യക്തിയെ കൊണ്ട് സാധിക്കുകയില്ല. മറന്നു കഴിഞ്ഞാൽ ഈ വ്യക്തി സ്വന്തമായി തന്നെ ഇല്ലാതെയാകുന്നതിന് തുല്യമാണ്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ സ്നേഹത്തിന് മുന്നിൽ അടിയറവ് വെച്ചിരിക്കുകയാണ് ഈ പേഴ്സൺ ചെയ്തിട്ടുള്ളത്. ഈ വ്യക്തിക്ക് യാതൊരു കാരണവശാലും സന്തോഷമായിട്ട് ജീവിക്കുവാൻ സാധിക്കുകയില്ല നിങ്ങളില്ലാതെ. നിങ്ങളുടെ സ്നേഹത്തിന് വേണ്ടി ഒരുപാട് കാലം ഈ വ്യക്തി കൊതിച്ചിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ട് ഒരുപാട് പ്രയത്നിച്ചിട്ടുമുള്ളതായി നമുക്കിവിടെ കാണാൻ കഴിയുന്നു. പക്ഷേ ഒരു വിപരീതപരമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേർന്നത് കൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് അതുമായി മുന്നോട്ട് പൊരുത്തപ്പെട്ടു പോകേണ്ടി വന്നതായി കാണപ്പെടുന്നു. നിങ്ങൾ രണ്ടുപേരും കപിതാക്കളായിരിക്കാം, ഭാര്യ ഭർത്തൃ ബന്ധമായിരിക്കാം, മറ്റേത് തരത്തിലുള്ള ബന്ധമാണെങ്കിൽ പോലും നമുക്ക് ഈ ഒരു അവസ്ഥ തന്നെയാണ് കാണുവാൻ സാധിക്കുന്നത്. നിങ്ങൾ രണ്ടുപേരും ഒരുപക്ഷെ വിവാഹിതരാകാൻ വരെ തയ്യാറായിരുന്ന വ്യക്തികളായിരിക്കാം. അതിനു വേണ്ടിയിട്ട് എല്ലാവിധ തയ്യാറെടുപ്പുകളും എടുത്തുകൊണ്ട് വളരെ വിജയകരമായി തന്നെ പൂർത്തീകരിക്കുവാൻ ശ്രമിച്ചിരുന്നവരും ആയിരിക്കാം. പക്ഷെ അതിന്റെ പരിപൂർണതയിലേക്ക് കൊണ്ടുവരാൻ ഈ വ്യക്തിയെ കൊണ്ട് സാധിച്ചില്ല എന്നുള്ളത് മറ്റൊരു ദയനീയമായ ദുഃഖകരമായ ഒരു കാര്യം തന്നെയാണ്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തിക്ക് വേണ്ടപ്പെട്ട ആളുകളുമായി അല്ലെങ്കിൽ അവരുടെ സ്നേഹത്തിൽ അല്ലെങ്കിൽ അവരുടെ ആവശ്യത്തിന് മുന്നിൽ ഈ വ്യക്തിക്ക് കീഴടങ്ങേണ്ടി വന്നു എന്നുള്ള രീതിയിലാണ് നമുക്ക് ഇന്നത്തെ വായന ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ വ്യക്തിക്ക് ഇഷ്ടമില്ലാത്ത വ്യക്തികളുടെ മറ്റുള്ള ആൾക്കാരുടെ ഒപ്പം ഇഷ്ടമില്ലാത്ത ഒരു ജീവിതമായിരിക്കാം നയിച്ചു കൊണ്ടിരിക്കുന്നത്. അത് നമുക്കിവിടെ വ്യക്തമായും കൃത്യമായും കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ വ്യക്തി ഒരുപാട് മാറിപ്പോയിരിക്കുന്നു. ഒരുപക്ഷെ പ്രതികരണ ശേഷിയും മനസ്സ് തുറന്നൊന്ന് ചിരിക്കുവാനോ കരയുവാനോ സംസാരിക്കുവാനോ ഒന്നും കഴിയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് ഈ വ്യക്തി ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിയുടെ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി അവർ പറയുന്നതിനനുസരിച്ച് ഈ വ്യക്തി മുന്നോട്ട് പോയപ്പോൾ ഈ വ്യക്തി ഏറ്റവും കൂടുതൽ നഷ്ടപ്പെടുത്തിയത് തന്റെ ജീവിതത്തിലെ മനോഹരമായ പ്രണയം ലഭിച്ചിട്ടുള്ള നിങ്ങളെ തന്നെയാണ്. നിങ്ങളുമായുള്ള പ്രണയബന്ധം അത് ഈ വ്യക്തി ഏറെ കാലത്തും ആഗ്രഹിച്ചിരുന്നതും മാനിഫെസ്റ്റ് ചെയ്തിരുന്നതും ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇവിടെ ഇപ്പോൾ ഈ വ്യക്തി വേറെ കല്യാണം കഴിച്ചിട്ടില്ലായിരിക്കാം, ഒരുപക്ഷെ ചിലപ്പോൾ കഴിച്ചിട്ടുണ്ടാകാം. എന്തൊക്കെയാണെങ്കിൽ പോലും ഈ വ്യക്തി ഇഷ്ടപ്പെടാത്ത ഒരു ജീവിതവുമായാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരേ ഒരു വ്യക്തി ഉണ്ടാകണമെങ്കിൽ അത് നിങ്ങൾ മാത്രമായിരിക്കണം എന്നുള്ളൊരു വാശിയും അല്ലെങ്കിൽ അതിനോടുള്ളൊരു നിർബന്ധ ബുദ്ധിയും ഈ വ്യക്തിക്ക് നന്നായിട്ടുണ്ട്. ആദ്യമൊക്കെ പേടി കൊണ്ടും ബഹുമാനം കൊണ്ടും മറ്റുള്ള ബന്ധങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തത് കൊണ്ടുമാണ് ഈ വ്യക്തി മറ്റുള്ളവർ പറയുന്നത് കേട്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കേണ്ടി വന്നിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ ഈ വ്യക്തി അതിനെ ഖേദിക്കുന്നു, അല്ലെങ്കിൽ നല്ല രീതിയിൽ തന്നെ പശ്ചാത്തപിക്കുന്നു. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ബന്ധം, അതായത് ഇപ്പോൾ നയിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ജീവിതം ഈ വ്യക്തിക്ക് മടുപ്പും അതുപോലെ തന്നെ ഇഷ്ടക്കേടും നീരസവും ആണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ വ്യക്തിക്ക് എവിടെയാണ് സമാധാനം, എനിക്ക് എവിടെയാണ് സമാധാനം എന്നാണ് ഈ വ്യക്തിയുടെ മനസ്സിൽ നിന്നും ഉൾവിളി വന്നുകൊണ്ടിരിക്കുന്നത്. മറ്റുള്ളവരുടെ ഇഷ്ടത്തിന് വേണ്ടി തുനിഞ്ഞിറങ്ങി അതനുസരിച്ച് ജീവിച്ചു മുന്നോട്ട് പോയി. പക്ഷേ വെറുതെ ജീവിക്കുക എന്നത് മാത്രമേ ഈ വ്യക്തി ഇപ്പോൾ ചെയ്യുന്നുള്ളൂ. അല്ലാത്ത പക്ഷം ആ ജീവിതം ആസ്വദിക്കുവാനോ വളരെ മനോഹരമായി മുന്നോട്ട് പോകുവാനോ ഈ വ്യക്തിയെ കൊണ്ട് സാധിക്കുന്നില്ല എന്നുള്ളത് മറ്റൊരു സത്യമാണ്. ഇത് നിങ്ങളുടെ ശാപം ആയിരിക്കുമോ? നിങ്ങളുടെ ഹൃദയം വേദനിപ്പിച്ചത് കൊണ്ടായിരിക്കുമോ? അതിന്റെ തിരിച്ചടി ദൈവമായി തന്നതായിരിക്കുമോ? എന്നിങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ഈ പേഴ്സന്റെ മനസ്സിലേക്ക് ഓരോ നിമിഷവും ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. മനസാക്ഷി ഒട്ടും തന്നെ ഇല്ലാത്ത വ്യക്തിയായിരിക്കും എന്ന് ഈ പേഴ്സൺ സ്വന്തമായി തന്നെ വിലയിരുത്തുന്നു. അത് മാത്രമല്ല, നിങ്ങളുമായിട്ടുള്ള കാര്യത്തിൽ നീതി പുലർത്താൻ സാധിക്കാത്തതിൽ ഈ വ്യക്തിക്ക് നല്ല രീതിയിലുള്ള സങ്കടവും ദുഃഖവും ഉണ്ട്.
എന്ത് തന്നെ ആയാലും മടുപ്പ് നിറഞ്ഞതും ഒറ്റപ്പെട്ടതുമായിട്ടുള്ള ഈ ഒരു ജീവിതം, അത് ഒറ്റയ്ക്ക് ജീവിക്കുന്നു എന്നുള്ളതല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ വ്യക്തിക്ക് ചുറ്റിനും ഒരുപാട് ആൾക്കാരുണ്ടാകാം, റിലേറ്റീവ്സും കൊളീഗ്സും ഒക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാരുണ്ടാകാം. ഈ വ്യക്തിയെ നിയന്ത്രിക്കുന്നവരായിട്ടും ഒരുപാട് വ്യക്തികൾ ഉണ്ടാകാം. അവരുടെ എല്ലാം നിയന്ത്രണത്തിന്റെ നടുവിലൂടെയാണ് ഈ പേഴ്സൺ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള, അതായത് ഏറ്റവും നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ കൈ പിടിച്ച് മറ്റുള്ളവരുടെ മുന്നിൽ അഭിമാനത്തോടു കൂടി മുന്നോട്ട് പോകാൻ ആഗ്രഹിച്ചിരുന്ന ഒരു പേഴ്സണാണ്. എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ വന്നു ചേർന്നു എന്നുള്ളതിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഈ വ്യക്തിക്ക് വിഷമവും സങ്കടവും ദേഷ്യവും ഒരുമിച്ച് വരുന്നുണ്ട്. എന്നാൽ ഇപ്പോഴോ നിങ്ങളിലേക്ക് എങ്ങനെ എത്തിച്ചേരാം എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് എന്തൊക്കെ നടപടികളാണ് എടുക്കേണ്ടത്, ആരുടെയൊക്കെ സഹായമാണ് അന്വേഷിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് പുതിയതായി കൊണ്ടുവരേണ്ടത്, നിങ്ങൾ എങ്ങനെയാണ് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുക, നിങ്ങൾ എവിടെയായിരിക്കും ഇപ്പോൾ ഉണ്ടാവുക, നിങ്ങളോട് എങ്ങനെയാണ് സംസാരിച്ചു തുടങ്ങേണ്ടത്, നിങ്ങളുമായി എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും, ഇതൊക്കെയാണ് ഈ പേഴ്സൺ ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിയുടെ മനസ്സിൽ ഇത്രയും കാലം ഭയം എന്ന് പറയുന്ന കാര്യം ഈ വ്യക്തിയെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് യാതൊരു കാരണവശാലും ഒരു കാര്യവും സ്വന്തമായി ചെയ്യുവാനുള്ള കരുത്തും തന്റെ ഇടവും ഇല്ലായിരുന്നു. അതുകൊണ്ട് പലപ്പോഴും ഒരുപക്ഷെ നിങ്ങളും ഈ വ്യക്തിയെ ഉപദേശിച്ചിട്ടുണ്ടാകാം സ്വന്തമായി കാര്യങ്ങൾ ചെയ്യുവാനും സ്വന്തമായി തീരുമാനമെടുക്കാനുള്ള കഴിവുകളും ഉണ്ടാക്കിയെടുക്കണമെന്ന് നിങ്ങൾ പല പ്രാവശ്യവും ഈ വ്യക്തിക്ക് വാണിംഗ് പോലെ കൊടുത്തിട്ടുണ്ടാകാം. പക്ഷെ ഈ വ്യക്തി എന്തുകൊണ്ടോ വളരെയധികം ഡിപ്പെൻഡബിൾ ആയിരുന്നു. മറ്റുള്ളവരെ ആശ്രയിക്കുന്ന രീതി ഒരല്പം കൂടുതലായിരുന്നു. ഈ വ്യക്തി വിചാരിച്ചിരുന്നത് നിങ്ങളുമായിട്ടുള്ള ഈ ഒരു ബന്ധം മറ്റുള്ളവർ അംഗീകരിക്കുമെന്നും മറ്റുള്ളവർ അത് അക്സെപ്റ്റ് ചെയ്യുമെന്നും ആണ്. പക്ഷേ അതെല്ലാം തന്നെ അടിമുടി തെറ്റിക്കൊണ്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയത്. ഇപ്പോൾ ഈ വ്യക്തിയുടെ മനസ്സിൽ പലതരത്തിലുള്ള ഭയവും ഇല്ലാതാക്കിക്കൊണ്ട് വളരെയധികം ധൈര്യം സംഭരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകാൻ ഈ വ്യക്തി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഈ വ്യക്തിയുടെ ഹൃദയം വളരെയധികം അനുകൂലമായി തന്നെ നിൽക്കുന്നു. ശരീരവും മനസ്സും തളരുന്നില്ല. വളരെ ധൈര്യത്തോടു കൂടിയും ശക്തിയോടു കൂടിയും വേഗതയോടു കൂടിയുമാണ് ഈ വ്യക്തിയുടെ ഊർജം ഇപ്പോൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും മാനസിക ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവയിൽ നിന്നുമൊക്കെ കീറി മുറിച്ചുകൊണ്ട് പുറത്തേക്ക് കടക്കുകയാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ പലതും വിജയിച്ചും കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങളുടെ സാന്നിധ്യത്തിനായി കാത്തിരിക്കുകയാണ് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം. ഈ വ്യക്തിയുടെ ഹൃദയത്തിന് പൂർണ്ണത ലഭിക്കണമെങ്കിൽ നിങ്ങൾ വന്നാൽ മാത്രമേ അത് ലഭിക്കുകയുള്ളൂ, സാധ്യമാവുകയുള്ളൂ എന്നുള്ള തീരുമാനത്തിലേക്കാണ് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത്. പണം കൊണ്ടും അല്ലെങ്കിൽ സൗന്ദര്യം കൊണ്ടും മറ്റുള്ള വസ്തുക്കൾ കൊണ്ടും ഒരു മനുഷ്യനെ പരിപൂർണമായി സന്തോഷിപ്പിക്കാനാകില്ല എന്നുള്ള സത്യമാണ് ഈ വ്യക്തി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നിങ്ങളുമായിട്ടുള്ള ഈ ഒരു പ്രണയബന്ധം. ഈ വ്യക്തി സ്വന്തമായി തന്നെ പഴിച്ചുകൊണ്ടും കുറ്റപ്പെടുത്തിക്കൊണ്ടുമാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ എങ്കിൽ പോലും ഇതിനൊരു സാധ്യത എവിടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ള തിരച്ചിലിലും കൂടിയാണ് ഈ വ്യക്തി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ മാലാഖമാർ നല്ല രീതിയിൽ തന്നെ ഈ വ്യക്തിയെ സഹായിക്കാൻ ഒരുങ്ങി വന്നതായി നമുക്കിവിടെ കാണാൻ കഴിയുന്നു. അത് പ്രപഞ്ചശക്തിയുടെ പല രീതിയിലുള്ള അടയാളങ്ങളിലൂടെ, സ്വന്തം അനുഭവങ്ങളിലൂടെ, സ്വപ്നങ്ങളിലൂടെ, നേരിട്ടോ അല്ലാതെയോ മറ്റു മനുഷ്യരെ അയച്ചുകൊണ്ട് ഈ വ്യക്തിയെ സഹായിക്കുവാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുക, ഇത്തരം സിറ്റുവേഷനിലൂടെയൊക്കെയാണ് മാലാഖമാരും പ്രപഞ്ചശക്തിയും ഈ വ്യക്തിയെ നല്ല രീതിയിൽ തന്നെ സഹായിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ നീതി കണ്ടെത്തണം, ഇതിന് ജസ്റ്റിസ് കൊണ്ടുവരണമെന്ന് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നുണ്ട്. അല്ലാത്ത പക്ഷം ഈ വ്യക്തിക്ക് യാതൊരു തരത്തിലുള്ള മോക്ഷവും ലഭിക്കുകയില്ല എന്നുള്ളത് വ്യക്തമായും ശക്തമായും തിരിച്ചറിയുന്നു. രാത്രി കാലങ്ങളിൽ എനിക്ക് ഉറക്കമില്ല എന്നാണ് ഈ വ്യക്തി നിങ്ങളുടെ അടുത്ത് പറയുന്നത്. അതുപോലെ തന്നെ എനിക്ക് മുന്നോട്ട് ജീവിക്കാനുള്ള പ്രചോദനമായത് നീയാണ് എന്നാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിത രീതിയെ കണ്ടിട്ട് ഈ വ്യക്തി പലപ്പോഴും അന്താളിച്ചു പോയി നിന്നിട്ടുണ്ടാകാം, അത്ഭുതപ്പെട്ട് നിന്ന് പോയിട്ടുണ്ടാകാം. കാരണം അത്രയും ശക്തരായിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ. നിങ്ങളുടെ ഈ ഒരു ജീവിതം കണ്ടിട്ട് ഈ വ്യക്തിക്ക് വളരെയധികം പ്രചോദനവും സന്തോഷവും മുന്നോട്ട് പോകാനുള്ള ആർജവുമാണ് ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് മുന്നോട്ട് ഈ വ്യക്തിക്ക് ജീവിക്കാനുള്ള പ്രചോദനം നിങ്ങൾ തന്നെയാണ് എന്നാണ് പറയുന്നത്. എന്നോട് ക്ഷമിക്കൂ, എൻ്റെ അമ്മ പറയുന്നത് എനിക്ക് അനുസരിക്കേണ്ടി വന്നു. അതെ, ഇവിടെ ചിലവരുടെയും തേർഡ് പാർട്ടി ആയിട്ട് നിൽക്കുന്നത് അമ്മ എന്ന് പറയുന്ന കഥാപാത്രമാണ്.
അമ്മ എന്ന് പറയുന്ന വ്യക്തി മോശമാണ് എന്നല്ല പറഞ്ഞു വരുന്നത്. പക്ഷേ അവരുടെ മാനിപ്പുലേഷൻ ആയിരിക്കാം, നിർബന്ധമായിരിക്കാം ഈ വ്യക്തിയെ നിങ്ങളിൽ നിന്നും വളരെയധികം അകറ്റുവാനായിട്ടുള്ള കാരണമായത്. അതുപോലെ തന്നെ ഇവിടെ ഈ വ്യക്തി മാറി നിൽക്കുകയാണ്, അകന്ന് നിൽക്കുകയാണ് ഉറപ്പായിട്ടും നിങ്ങളിൽ നിന്നും. പക്ഷെ നിങ്ങൾ ഒരിക്കലും മറക്കുവാൻ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സാധിക്കുകയില്ല. കാരണം മറ്റാരൊക്കെ മറഞ്ഞ് നിങ്ങൾക്ക് മുന്നിൽ നിന്നാലും നിങ്ങളുടെ പ്രകാശം ഈ വ്യക്തിയുടെ കണ്ണുകളിലേക്ക് വന്ന് പതിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഉറപ്പായിട്ടും ആരോടും ഈ വ്യക്തിക്ക് ദേഷ്യമില്ല, വിദ്വേഷമില്ല. പക്ഷേ ഈ വ്യക്തി മനസ്സിൽ വിചാരിച്ച കാര്യം നടപ്പിലാക്കുക തന്നെ ചെയ്യും എന്നുള്ള തീരുമാനത്തിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത്രയുമാണ് നമുക്ക് ഇന്നത്തെ വായന ലഭിച്ചിട്ടുള്ളത്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഹൈപ്പ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിംഗിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നതുവരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.